ജോസ് കെ മാണിയുടെ പുറകെ നടക്കുകയല്ലായിരുന്നു ഈ പുളിക്കേണ്ട ഫാമിലി. ജോസ് കെ മാണി പിടികൊടുത്തോ? ജോസ് കെ മാണിയുടെ ഒരു കോള് ചെന്നോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ, പാലാ നഗരസഭയ്ക്കകത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എം തന്നെയാണ്. 10 സീറ്റ് അവർക്കുണ്ട്. ഒരു സീറ്റ് കൂടി അവർക്ക് അധികമായിട്ട് ലഭിച്ചേനെ. പല ദിവസവും കാവിക്കളസം അണിഞ്ഞ് നടക്കുന്ന പാലാ MLA മാണി സി കാപ്പൻ പുളിക്കക്കണ്ടം ബ്രദേഴ്സിന്റെ വീട്ടിൽ ചെന്നുവെങ്കിലും ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തത്. അതായത് കോൺഗ്രസ് പിന്തുണയോടുകൂടി ഒരു BJP അധികാരം പിടിക്കുന്ന കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റി എന്നുകൂടി പറയേണ്ടി വരും. കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകമാണ്, അല്ലെങ്കിൽ ജന്മസ്ഥലമാണ് പാല എന്നുകൂടി നമുക്ക് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. പാല എന്ന പേര് കിട്ടിയാൽ ആദ്യം ഓർമ്മയിൽ വരുന്നതും KM മാണി എന്ന ഒരു വലിയ നേതാവിൻ്റെ മുഖം തന്നെയാണ്. ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും നല്ലൊരു സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റു പല പെൺകുട്ടികൾക്കും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. പാലായിൽ നടന്നിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയ വിലപേശലാണ്. ആ രാഷ്ട്രീയ വിലപേശലിനൊടുവിൽ കോൺഗ്രസും UDFും പുളിക്കക്കണ്ടം ഫാമിലിക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ആ വൃദ്ധസദനത്തിലെ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ പാലാ MLA ആയിട്ടുള്ള ഈ കാവിക്കളസം അണിഞ്ഞു നടക്കുന്ന മാണി സി കാപ്പന് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ഉള്ളതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. മായാ രാഹുൽ നേരത്തെ കോൺഗ്രസ്സുകാരത്തിയായിരുന്നു, പക്ഷെ ഇപ്പോൾ അവർ വിമതയാണ്. അവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നതാണ്. ബിനു പുളിക്കക്കണ്ടം തീരുമാനിക്കും എന്ത് നടക്കണമെന്ന്. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നമസ്കാരം. കോട്ടയം ജില്ലയിലെ പാല മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രത്യേകത ഉള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ പാല മുനിസിപ്പാലിറ്റിക്ക് ഇത്രയധികം പ്രത്യേകതകളുള്ളത്? പാലയുടെ മാണിക്യമാണ് എന്നാണ് KM മാണി സാറിനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്, കേരളം മുഴുവൻ വിളിച്ചുകൊണ്ടിരുന്നത്. പാല എന്ന പേര് കിട്ടിയാൽ ആദ്യം ഓർമ്മയിൽ വരുന്നതും KM മാണി എന്ന ഒരു വലിയ നേതാവിൻ്റെ മുഖം തന്നെയാണ്. അപ്പോൾ ആ KM മാണി തന്നെയാണ് പാലയെ ഏറ്റവും വ്യത്യസ്തമാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകമാണ്, അല്ലെങ്കിൽ ജന്മസ്ഥലമാണ് പാല എന്നുകൂടി നമുക്ക് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കേരള കോൺഗ്രസ് എം ഇല്ലാതെ ഒരു മുനിസിപ്പൽ ഭരണം ആദ്യമായിട്ട് പാലയിൽ വരാൻ വേണ്ടി പോകുന്നു. അതായത് കോൺഗ്രസ് പിന്തുണയോടുകൂടി ഒരു BJP അധികാരം പിടിക്കുന്ന കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റി എന്നുകൂടി പറയേണ്ടി വരും. അതായത് കോൺഗ്രസ് പിന്തുണയോടുകൂടി BJP അധികാരം പിടിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി. കാരണം മുനിസിപ്പാലിറ്റി വേറെയും ഭരിക്കുന്നുണ്ട് BJP, അതൊരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റി BJP ആണ് ഭരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി BJP മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് പാലാ നഗരസഭയ്ക്ക് ഉള്ളത്. അപ്പോൾ ചോദിക്കും, പുളിക്കക്കണ്ടം ബ്രദേഴ്സിനെയല്ലേ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്, ഒരു കാരണവശാലും ഞങ്ങൾ BJPയെ പിന്തുണയ്ക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള അവകാശവാദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരും. കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ദേശീയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വോട്ട് ചോറി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുക മാത്രമല്ല, രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് ജൻസുകൾ തെരുവിലിറങ്ങണമെന്ന് ആഹ്വാനവും നടത്തിയിരുന്നു. അതിൻ്റെ പ്രതിധ്വനി എന്ന വണ്ണം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള വോട്ട് ചോറിയെക്കുറിച്ച്, അല്ലെങ്കിൽ വ്യാജമായി ചേർത്തിട്ടുള്ള വോട്ടുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ ലിസ്റ്റിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നമ്മൾ കണ്ടൊരു പേരാണ് ബിജു പുളിക്കക്കണ്ടം. പാലയിലുള്ള ബിജു പുളിക്കക്കണ്ടത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വോട്ട് തൃശ്ശൂരിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ആ ബിജു പുളിക്കക്കണ്ടം കൂടി അംഗമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ് പാലാ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. ആ ബിജു പുളിക്കക്കണ്ടത്തിൻ്റെ സഹോദരനാണ് ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്നത്. ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകളാണ് ദിയ ബിനു എന്ന് പറയുന്നത്. ദിയ ബിനു എന്ന 21 വയസ്സുള്ള പെൺകുട്ടി ഈ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായിട്ട് അധികാരമേൽക്കുമ്പോൾ ആ പെൺകുട്ടിയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടി വയ്യ. കാരണം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും നല്ലൊരു സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റു പല പെൺകുട്ടികൾക്കും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. KSUവിന് വേണ്ടിയിട്ടും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ വിദ്യാർത്ഥി സംഘടന KSC ജയിലൊക്കെ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പെൺകുട്ടികളുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്ത ഒരു സൗഭാഗ്യം ഇന്നലെ വരെ രാഷ്ട്രീയത്തിൻ്റെ 7 അയൽപക്കത്ത് പോലും ഉണ്ടാവാതിരുന്ന ഒരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ കൗൺസിലറായിട്ട് മത്സരിക്കുന്നു, വിജയിക്കുന്നു, അതിനുശേഷം അതും ചെയർപേഴ്സണായിട്ട് മാറുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് പാലയിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ദിയെ നമുക്ക് പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടതുണ്ട്. എന്നാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് ഓർത്തിട്ടാണ് UDFിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ബിനു പുളിക്കക്കണ്ടവും, അതായത് ഈ പുളിക്കക്കണ്ടം ഫാമിലി മത്സരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഇവർ മത്സരിക്കുന്ന ഈ 3 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമുണ്ടായിരുന്നില്ല. അങ്ങനെ UDFിൻ്റെ സ്ഥാനാർത്ഥികളില്ലാതെ UDFിൻ്റെ പരിപൂർണമായ പിന്തുണ ഈ പുളിക്കക്കണ്ട ഫാമിലിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷവും ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ട് 12 ദിവസം എടുത്തു ഈ പുളിക്കക്കണ്ട ഫാമിലിക്ക് UDFിനാണ് തങ്ങളുടെ പിന്തുണ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലായിൽ നടന്നിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയ വിലപേശലാണ്. ആ രാഷ്ട്രീയ വിലപേശലിനൊടുവിൽ
കോൺഗ്രസും UDF-ഉം പുളിക്കക്കണ്ടം ഫാമിലിക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. പല പ്രാവശ്യം ഈ 12 ദിവസങ്ങളിൽ പല ദിവസവും കാവിക്കളസം അണിഞ്ഞ് നടക്കുന്ന പാലാ MLA മാണി സി കാപ്പൻ പുളിക്കക്കണ്ടം ബ്രദേഴ്സിന്റെ വീട്ടിൽ ചെന്നുവെങ്കിലും ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഒരു മറുപടിയും കൊടുത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ്, അതായത് മാണി സി കാപ്പന്റെ നിർബന്ധപ്രകാരമാണ് ഈ പുളിക്കക്കണ്ടം ഫാമിലി അവിടെ മത്സരിച്ചത് തന്നെ. കാരണം ഇവർ തമ്മിലുള്ള കച്ചവടം എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മാണി സി കാപ്പനോട് പാലാ മുനിസിപ്പാലിറ്റിക്കകത്തുള്ള UDF-കാർ ഇപ്പോൾ ഒറ്റക്കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഒറ്റക്കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. താങ്കൾക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ നിന്ന് മത്സരിക്കണമെങ്കിൽ താങ്കൾ ഈ മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊന്നും ഇടപെടാതെ മാറി നിന്നുകൊള്ളണം. മറിച്ച് ഇവിടെ സ്ഥാനാർത്ഥിയെ വേണം, ആ സ്ഥാനാർത്ഥിയെ നിർത്തണം, ഈ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം താങ്കൾ സ്ഥാനാർത്ഥിയാകണമോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നൊരു താക്കീതാണ് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കരഞ്ഞു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 2 സീറ്റുകൾ നൽകി, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്. അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം ഉണ്ടാക്കിയൊന്നും അല്ല, വേറെ ആമ്പിള്ളേരുടെ കുടുംബം വിറ്റുണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാണത്. അപ്പോൾ ആ 2 സീറ്റ് അദ്ദേഹത്തിന് നൽകിയതിന് അദ്ദേഹത്തിന്റെ സ്വന്തം വീടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് 256 വോട്ടുകൾക്കാണ്. അതും എന്തെല്ലാം അതിക്രമങ്ങൾ ഈ വാർഡിൽ അദ്ദേഹത്തിന്റെ വാർഡിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാട്ടിക്കൂട്ടിയെന്നറിയാമോ? അവിടെ മരിയാ സദൻ എന്ന് പറയുന്ന ഒരു വൃദ്ധസദനമുണ്ട്. ആ വൃദ്ധസദനത്തിലെ ആളുകൾക്ക് വോട്ടിംഗ് അവകാശം നൽകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അതെടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. അത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിട്ടും ഇദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് മരിയാ സദന്റെ അധികാരികളെ ഭീഷണിപ്പെടുത്തി ആ വൃദ്ധസദനത്തിലെ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ പാലാ MLA ആയിട്ടുള്ള ഈ കാവിക്കളസം അണിഞ്ഞു നടക്കുന്ന മാണി സി കാപ്പന് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ഉള്ളതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ പാലയിലെ BJP-കാരുടെയൊക്കെ വോട്ട് എവിടെ പോയെന്നേ? പാലയിൽ BJP-ക്ക് വോട്ടില്ലേ? ഈ മുത്തോലി പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചിരുന്നത് BJP-ആണ്. ഇപ്രാവശ്യം ആ പഞ്ചായത്ത് ആര് തിരിച്ചുപിടിച്ചു? കേരള കോൺഗ്രസ് M തിരിച്ചുപിടിച്ചിട്ടുണ്ട്. അതും ഒറ്റയ്ക്കാണ് തിരിച്ചുപിടിച്ചിരിക്കുന്നത്. അവിടെയുള്ള കോൺഗ്രസിന്റെ വോട്ടുകൾ എവിടെ പോയി? കോൺഗ്രസിന് ഒരൊറ്റ പഞ്ചായത്ത് മെമ്പറില്ല മുത്തോലിയിൽ. കാരണം എന്താണ്? മുത്തോലിയിലെ കോൺഗ്രസിന്റെ വോട്ട് മുഴുവൻ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് BJP-ക്കാണ്. അതേസമയം പാലയിൽ നേരെ തിരിച്ച് BJP-യുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. പുളിക്കക്കണ്ടം ബ്രദേഴ്സ് UDF-ന്റെ പിന്തുണയോടുകൂടി പാലാ മുനിസിപ്പാലിറ്റിയുടെ അധികാരം പിടിക്കുന്ന സമയത്ത് ഒരു കാര്യം കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വം ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. കോട്ടയം ജില്ലയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ BJP-യിലേക്ക് എത്തിക്കുന്ന പാലമായിരിക്കും ഈ പുളിക്കക്കണ്ടം ബ്രദേഴ്സ് എന്ന് പറയുന്നത്. കാരണം ബിജു പുളിക്കക്കണ്ടത്തിന്റെ BJP ബന്ധത്തെയൊക്കെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റുമോ? പാലയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ ഇത്? ഒരു BJP-കാരൻ ആണ് എന്നറിഞ്ഞിട്ടും അവർക്ക് UDF പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണത്? അതെന്ത് രാഷ്ട്രീയമാണത്? അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കൂ, കൂടുതൽ വിലപേശലിനായിട്ട് LDF-ന്റെ പുറകെ നടന്നില്ലേ ഈ പുളിക്കക്കണ്ടം ബ്രദേഴ്സ്? LDF മൈൻഡ് ചെയ്തോ? ജോസ് കെ മാണി എടുത്ത നിലപാട് എന്താണ്? പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറാണ്, പക്ഷേ ഒരു കുടുംബത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കീഴടങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതല്ലേ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത്? മറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പുളിക്കക്കണ്ടം ബ്രദേഴ്സിന്റെ മാത്രം പിന്തുണ കിട്ടിയാൽ അവിടെ UDF അധികാരത്തിൽ വരത്തില്ല. അവിടെ കോൺഗ്രസിന്റെ പാലാ നിയോജക മണ്ഡലം ചെയർമാനായിരുന്ന, മുൻ പാലാ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന, പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന സതീഷ് ചൊള്ളാനി എന്ന് പറയുന്ന നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ മായ രാഹുൽ എന്ന് പറയുന്ന വൈസ് ചെയർപേഴ്സണായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ആള് വിജയിച്ചു വന്നത്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അവിടെ ഈ പുളിക്കക്കണ്ട ഫാമിലിയായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ആൾ കൂടിയാണ് ഈ മായ രാഹുൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നടന്നിട്ടുള്ളത് ഈ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ ഈ KDP എന്ന് പറയുന്ന 2-3 പേരുണ്ടാവുമായിരിക്കും ഒരു പക്ഷേ. അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ സതീഷ് ചൊള്ളാനിയെ കാലുവാരുകയല്ലേ ചെയ്തത്, കാലുവാരി നിലത്തടിക്കുകയല്ലേ ചെയ്തത്. അതിനുശേഷം ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് ഭരിക്കുന്നു എന്ന് പറയുന്നു. ചെയർമാൻ ആരുടെയാണ്? പുളിക്കക്കണ്ട ഫാമിലിയുടെ. അതാരാണത്? BJP-ആണ്. വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ നേരത്തെ കോൺഗ്രസ്സുകാരത്തിയായിരുന്നു, പക്ഷെ ഇപ്പൊ അവർ വിമതയാണ്. അവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നതാണ്. കോൺഗ്രസിന് എന്ത് നേട്ടമാണുള്ളത്? UDF-ന് എന്ത് നേട്ടമാണുള്ളത്? എന്തെങ്കിലും പേരുണ്ടോ? കാരണം ഞങ്ങൾ ഭരണം പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ അർത്ഥം വേണ്ടേ? പാലായ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന കിടങ്ങൂർ പഞ്ചായത്ത്, ഈ കിടങ്ങൂർ പഞ്ചായത്തിന്റെ ഭരണം കഴിഞ്ഞ പ്രാവശ്യവും BJP ആയിരുന്നല്ലോ. അന്ന് ആരാ പിന്തുണച്ചിരുന്നത്? കേരള കോൺഗ്രസ് ജോസഫ് അല്ലേ. ഇപ്രാവശ്യവും BJP-ക്കാണല്ലോ കൂടുതൽ സീറ്റുകൾ. ആരാണ് പിന്തുണയ്ക്കാൻ വേണ്ടി പോകുന്നത്? പിന്തുണയ്ക്കാൻ പോകുന്നത് വേറെ ആരും അല്ലെന്നേ, ഈ കോൺഗ്രസ് തന്നെയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് BJP-ക്കെതിരെ ശക്തമായ എതിരാളിയാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്താണ് പാല പോലെയുള്ളൊരു സ്ഥലത്ത്
പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് പാലയ്ക്ക് ഇപ്രാവശ്യം. ഒരുപാട് മഠങ്ങളും പള്ളികളും ഒക്കെയുള്ള റോമൻ കാത്തലിക്സിൻ്റെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന പാലയിൽ മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അച്ചായന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് അധികാരത്തിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നതും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഇതുകൊണ്ട് അച്ചായന്മാർ മഹത്വവൽക്കരിക്കപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം ഊട്ടി ഉറപ്പിച്ചു. ഇപ്പൊ കൊച്ചി മേയറെ തെരഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ലത്തീൻ സഭ എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് മുട്ടുമടക്കേണ്ടി വന്നു എറണാകുളത്തെ കോൺഗ്രസിന്. പക്ഷെ അതിനൊന്നും അവിടെ പാലയിലുള്ള അച്ചായന്മാരോ അവിടെയുള്ള ബിഷപ്പുമാരോ ഒന്നും തങ്ങളുടെ സമുദായത്തിൽ നിന്ന് തന്നെ ചെയർമാൻ വരണമെന്നോ വൈസ് ചെയർമാൻ വരണമെന്നോ എന്നൊന്നും ആവശ്യപ്പെട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യം അവർക്കില്ല. അവരൊക്കെ വളരെ മതേതര സ്വഭാവത്തോടു കൂടി നിലനിൽക്കുന്ന അച്ചായന്മാരാണ്. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് BJP-യിലേക്ക് പോയി കഴിഞ്ഞാലും അവരൊന്നും പറയാൻ വേണ്ടി പോകുന്നില്ല. അവരൊരു വിശുദ്ധ കുരിശിൻ്റെയൊക്കെ വരച്ച് അവിടെ ഇരിക്കാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഏതൊക്കെയാലും ഒരു കാര്യം നമ്മൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കേരളത്തിലുള്ള എല്ലാ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും കൊട്ടിഘോഷിക്കുകയാണ്. പാലാ തിരിച്ചുപിടിച്ചു UDF, പാലാ തിരിച്ചുപിടിച്ചു UDF. ഞാൻ പറയട്ടെ, പാലയിലെ UDF എന്ന് പറയുന്നത് KM മാണി എന്ന അതികായകൻ ഉണ്ടാക്കിയിട്ടുള്ള UDF പാലായിലുള്ളൂ. അതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു UDF പാലായിലില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാവണ്ടേ? ഇപ്പൊ നമ്മളൊരു കാര്യമുണ്ട്, ജോസ് കെ മാണിയെ തീർക്കാൻ വേണ്ടിയിട്ട് പാലയിൽ പോയിട്ട് ഇവർക്ക് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും വലിയ മതേതര സ്വഭാവമുള്ള പാർട്ടിയാണ് എന്ന് പറയുന്ന ഇവർക്ക് BJP-യുടെ ആളുകളെ പിന്തുണയ്ക്കേണ്ട ഒരു ഗതികേട് എന്ന് പറയുമ്പോൾ എന്താണത്? ഇവർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ കക്ഷി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന BJP ആണോ ഇവരുടെ ഏറ്റവും വലിയ ശത്രു? അതോ ഒരു പ്രാദേശിക പാർട്ടിയായിട്ടുള്ള കർഷകർക്കിടയിൽ പ്രവർത്തിക്കുന്ന നസ്രാണികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മതേതര സ്വഭാവമുള്ള കേരള കോൺഗ്രസ് ആണോ ശത്രു എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണ്ടേ? കാരണം BJP, അതായത് ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ BJP-യുമായിട്ട് ചേരുമെന്ന് പറയുമ്പോഴത്തേക്ക് ജോസ് കെ മാണിയുടെ വലിപ്പം എവിടെ എത്തി? കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ദിവസം ജോസ് കെ മാണിയുടെ പുറകെ നടക്കുകയല്ലായിരുന്നു ഈ പുളിക്കേണ്ട ഫാമിലി. ജോസ് കെ മാണി പിടികൊടുത്തോ? ജോസ് കെ മാണിയുടെ ഒരു കോള് ചെന്നോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? പാലാ നഗരസഭയ്ക്കകത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് M തന്നെയാണ്. 10 സീറ്റ് അവർക്കുണ്ട്. ഒരു സീറ്റ് കൂടി അവർക്ക് അധികമായിട്ട് ലഭിച്ചേനെ. പക്ഷെ അത് നറുക്കെടുപ്പിലൂടെ ആർക്ക് പോയി? UDF-ന് പോയി. അത് നറുക്കെടുപ്പിലൂടെയാണ് പോയത്. ഓർമ്മയിൽ ഉണ്ടാവേണ്ട കാര്യമാണത്. അതിനുശേഷമാണ് UDF പറയുന്നത് ഞങ്ങൾ പാലാ പിടിച്ചെടുത്തു എന്ന്. എന്തൊരു ആത്മാഭിമാനമില്ലാത്തൊരു രീതിയാണെന്ന് ഇത്. കാരണം ഇന്നലെ മാണി സി കാപ്പനൊക്കെ വന്ന് പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഫ്രാൻസിസ് ജോർജ് MP ഒക്കെ തലകുലിച്ച് നിൽക്കുക. കാരണം ജോസഫ് വാഴയ്ക്കും ഫ്രാൻസിസ് ജോർജ് MP കൂടെയാണ് ഈ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിച്ചത്. കാരണം കോൺഗ്രസിനാകെ 6 അംഗങ്ങളുണ്ട്. ഈ 6 അംഗങ്ങളിൽ 3 അംഗങ്ങൾ ഒരു തരത്തിലും പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാടായിരുന്നു. ഏറ്റവും ഒടുവിൽ വിപ്പ് നൽകിയാണ് ഈ കോൺഗ്രസിലെ 6 കൗൺസിലർമാരും ഒരുമിച്ച് പുളിക്കക്കണ്ട ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കൈവക്കാൻ വേണ്ടി പോകുന്നത്. ഒരു വൈരുദ്ധ്യം കൂടി ഈ 6 കൗൺസിലർമാരിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ ഒരു ഐപോഡ് മോഷണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വാർത്തകളൊക്കെ വാർത്താമാധ്യമങ്ങളിൽ വന്നിരുന്നു. ഐപോഡിന്റെ ഉടമയുടെ ജ്യേഷ്ഠന്റെ മകൾ കൈപ്പത്തി ചിഹ്നത്തിൽ ഇപ്രാവശ്യം മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അവർക്കും മനസ്സോടുകൂടി തന്നെ പുളിക്കക്കണ്ടം ബ്രദേഴ്സിന് വേണ്ടി കൈവെക്കേണ്ട ഒരു ഗതികേടുണ്ടാവും. പക്ഷെ ഇതിങ്ങനെ എത്ര ദിവസം മുമ്പോട്ട് പോകുമെന്നേ? ഇവർ രണ്ടുപേരും മാറിക്കൊടുക്കും തോന്നുന്നുണ്ടോ? ദിയ ബിനു ഒരു കാരണവശാലും മാറിക്കൊടുക്കാനും വേണ്ടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ മായ രാഹുൽ ഒരു തരത്തിലും മാറിക്കൊടുക്കത്തില്ല. 5 വർഷവും ഇവർ തന്നെ ആയിരിക്കും ഭരിക്കാൻ വേണ്ടി പോകുന്നത്. കാപ്പനൊക്കെ ഇതിനകത്ത് കണ്ടിരിക്കുന്ന വലിയ കച്ചവടങ്ങളാണ്. പക്ഷെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ബിനു പുളിക്കക്കണ്ടം തീരുമാനിക്കും എന്ത് നടക്കണമെന്ന്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഒരു മധുര പ്രതികാരം എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ബിനു പുളിക്കക്കണ്ടം ഇപ്പോൾ ചെയർമാൻ ആവുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ആവുകയായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മധുര പ്രതികാരം തീർത്തു. പക്ഷേ ബിനു പുളിക്കക്കണ്ടത്തിന് വൈസ് ചെയർമാൻ പോലും ആകാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ മധുര പ്രതികാരമില്ല, മകളെ ചെയർപേഴ്സൺ ആക്കുന്നു. അംഗീകരിക്കുന്നവരാണ്. കാരണം ജോസ് കെ മാണിയും ബിനു പുളിക്കക്കണ്ടും നമ്മളുടെ വ്യക്തിവൈരാഗ്യം എന്താണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. പക്ഷെ അതിനിടയിൽ ഈ കോൺഗ്രസ്സുകാരെന്തിനു പോയി പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ UDF എന്തിനു പോയി പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. ജോസഫ് ഗ്രൂപ്പിന് ജോസ് കെ മാണിയോട് വൈരാഗ്യമുണ്ട്. കാരണം പരമ്പരാഗതമായിട്ട് കേരള കോൺഗ്രസ് കാത്തു സൂക്ഷിച്ചിരുന്ന 2 ചിഹ്നം വേണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയുടെ പേരാണ് PJ ജോസഫ്. ആ PJ ജോസഫ് സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിയോട് ശത്രുതയുണ്ടാവും. പക്ഷേ ഈ കോൺഗ്രസിന് എന്താണെന്ന് ശത്രുത? കോൺഗ്രസ് UDF-ൽ നിന്ന് പുറത്താക്കി. അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിനല്ല കോൺഗ്രസ് നിൽക്കേണ്ടത്. മറിച്ച് വ്യക്തിപരമായിട്ട് ഒരാളെ രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ പുറകെ നടക്കുക UDF-ലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട്. പാലയൊന്നും ഒരാളും പിടിച്ചിട്ടില്ല. പാലയിൽ ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്നത് കേരള കോൺഗ്രസ് M തന്നെയാണ്.
അതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അവിടെ BJP-ക്കാർ ഭരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിന് എന്ത് അഭിമാനിക്കാൻ എന്താണുള്ളത്? അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് എന്താണ് അഭിമാനിക്കാനുള്ളത്? KDP, അത് മാണി സി കാപ്പൻ്റെ പാർട്ടിക്ക് അഭിമാനിക്കാം. കാരണം എപ്പോൾ വേണമെങ്കിലും BJP-യിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അഭിമാനിക്കാം. പക്ഷേ ബാക്കി ആർക്കാണെന്ന് അവരുടെ സ്വത്വം അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം തന്നെ അടിയറവ് വെച്ചില്ലേ BJP-ക്ക് മുമ്പിൽ. ഇനി അവർക്ക് വോട്ട് ചോരിയെക്കുറിച്ച് എവിടെയെങ്കിലും നിന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇനി എവിടെയെങ്കിലും നിന്ന് ഒരു കോൺഗ്രസ്സുകാരൻ വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ എഡിറ്റിൽ നിന്ന് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി അല്ലേ ബിജു പുളിക്കക്കണ്ടം ഫാമിലി പാലാ നഗരസഭ ഭരിക്കുന്നത്? ഈ ബിജു പുളിക്കക്കണ്ടത്തിന്റെ പേര് തൃശ്ശൂര് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എങ്ങനെ വന്നു? അദ്ദേഹം വോട്ട് ചെയ്യേണ്ടത് കോട്ടയത്തല്ലേ, അല്ലെങ്കിൽ പാലായിലല്ലേ വോട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണെന്ന് തൃശ്ശൂർ പോയത്? വ്യക്തമാക്കേണ്ട കാര്യങ്ങളല്ലേ? അതായത് ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ 4 മാസക്കാലം സുരേഷ് ഗോപി താമസിച്ചത് ബിജു പുളിക്കക്കൊണ്ടത്തിന്റെ ആതിഥേയത്വം സ്വീകരിച്ചിട്ടാണ്. അത്ര അടുത്ത സൗഹൃദമുള്ള ആളുകൾ, അത്ര അടുത്ത BJP-യുടെ സന്തത സഹചാരിയായിട്ടുള്ള ബിജു പുളിക്കക്കണ്ടം, ആ ബിജു പുളിക്കക്കണ്ടത്തിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ അവരുടെയൊക്കെ ആനുകൂല്യത്തിൽ ഒരു നഗരസഭാ ഭരണം പിടിച്ച് എന്ന് പറയുന്നതിലും ഭേദം മീനിച്ചിലാറ്റിൽ ചാടി ചാവുന്നതാണ് കോൺഗ്രസ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്.